കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിൽ ഏകപ്രതി റിയാസ് അബൂബക്കറിന്റെ ശിക്ഷാവിധി ഇന്ന്. ശിക്ഷാവിധിയിലെ വാദം ഇന്നലെ പൂർത്തിയായി. പ്രതി കുറ്റക്കാരനാണെന്ന് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി കണ്ടെത്തിയിരുന്നു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. ചെയ്ത കുറ്റത്തിൽ മാനസാന്തരമില്ലാത്ത പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് NIAയുടെ ആവശ്യം. സമൂഹത്തെയാകെ നശിപ്പിക്കാനാണ് ചാവേർ ആക്രമണ പദ്ധതിയിലൂടെ റിയാസ് അബൂബക്കർ ലക്ഷ്യം വെച്ചത്. മതഭീകരവാദ നേതാക്കളുടെ പ്രഭാഷണങ്ങൾ നിരന്തരമായി ശ്രവിച്ചിരുന്ന റിയാസ് കേരളത്തിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾക്കും ചാവേർ ആക്രമണത്തിനുമാണ് പദ്ധതിയിട്ടത്. ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുകയോ കുറ്റബോധം തോന്നുകയോ ചെയ്യാത്ത റിയാസ് അബൂബക്കർ പരമാവധി ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് എത്തുന്ന എല്ലാവർക്കും പാഠമാകുന്ന വിധം മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും ശിക്ഷാവിധിയിലുള്ള വാദത്തിൽ NIA ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ മാത്രം നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചു. UAPAയിലെ 38-39 വകുപ്പുകൾ IPC 120B വകുപ്പുകളും പ്രകാരമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞ കേസിൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. വിചാരണ തടവുകാരനായി 5 വർഷത്തെ ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീലങ്കൻ സ്ഫോടനങ്ങളുടെ മുഖ്യ സൂത്രധാരൻ സഫ്രാൻ ഹാഷിമുമായി ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നതിന്റെയും IS അനുകൂല പോസ്റ്ററുകളും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതിന്റെയും തെളിവുകൾ NIAയ്ക്ക് ലഭിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെത്തി ISൽ ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റിയാസ് ചാവേർ ആക്രമണ പദ്ധതിയിട്ടത്. ജനം, കൊച്ചി.